പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏലത്തിന് അതേപോലെ ഉള്ള ചെടികൾ, നമ്മുടെ വാഴ അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം തണ്ടുതുറപ്പൻ എന്ന് പറയുന്ന പുഴു ഭയങ്കര ഒരു ശല്യമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പം അതിന് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അതാണ് ബയോകോർ എന്ന് പറഞ്ഞ കമ്പനിയിൽ മാസ് എന്ന് പറഞ്ഞ കമ്പനി ഉൽപ്പാദിപ്പിച്ചേക്കുന്നതാണ്. ഇതൊരു ജൈവ മരുന്നാണ്. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ടിൻ്റെ അകത്തിരിക്കുന്ന പുഴു വരെ ചാടി വന്ന് ചത്തുപോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തൊന്നും വീഴാൻ നോക്കണം. ഞാനിപ്പോൾ ഒരു അലക്ഷ്യമായ രീതിയിലാണ് ഇപ്പം നിലവിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും വേറെയുള്ളവർ ഉപയോഗിക്കുമ്പം മൂക്കും വായും പൊത്തിയൊക്കെ വേണം ഉപയോഗിക്കാൻ. നമ്മൾ അടിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കൾ വരെ ഇതിൻ്റെ അകത്ത് വന്ന് ചാടി നിലവിൽ നശിച്ചു പോകും. അപ്പം ഇത് ഇപ്പോൾ ഏലത്തിന് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒപ്പം പൊക്കത്തിൽ അങ്ങോട്ട് അടിച്ചാൽ മാത്രം മതി. അതിന് പശയൊന്നും ചേർക്കുകയൊന്നും വേണ്ട. ഇത് ഈ മരുന്ന് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തിരിക്കുന്ന പുഴുക്കൾ വരെ ഇതിൻ്റെ അകത്തുനിന്ന് വെളിച്ചടി ചത്തുപോകും. ഇത് കമ്പനി അവകാശപ്പെടുന്ന 80 ദിവസം വരെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ 80 ദിവസം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, ഒരു 50 ദിവസം വരെ മാക്സിമം. പക്ഷേ ഇത് തന്നെ ഉപയോഗിച്ചാൽ കായ്ക്കുന്ന ചെടിക്ക് ഇത് തന്നെ പോരാ, അതിൻ്റെ കൂടെ മിടയോ അതേപോലെ ചൊറിക്കുള്ള എന്തെങ്കിലും നല്ല മരുന്നോ ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 45 ദിവസമായ ഞള്ളാനി എന്ന് പറഞ്ഞ ഇലച്ചെടിക്കാണ് ഇപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. കട്ടപ്പന കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 150ഓളം ചുവട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 150ഓളം ചുവട് വെച്ചപ്പോൾ നമുക്കിതിനാകെ ഒരു 20 ലിറ്റർ മരുന്ന് മതി. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 50 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിലാണ്, 50 ml. അത് പശയൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പശ ചേർക്കാതെ തന്നെ ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കുമ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കെമിക്കൽ കണ്ടൻറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയും അതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള സകല ജീവികളെയും വെളിച്ചടിച്ച് ഇതിനെ കളയുകയും ചെയ്ത് വാഴയ്ക്കും നല്ല എഫക്റ്റ് ഉള്ളതാണ്. സാധാരണ വാഴയ്ക്ക് ആൾക്കാർ തണ്ടുതുറപ്പിന് ഉപയോഗിക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ഇച്ചിരി വീര്യം കുറഞ്ഞാണ്. ഇത് നമുക്ക് ദോഷമില്ല, അതേപോലെ പ്രകൃതിക്കും കുഴപ്പമുള്ളൊരു മരുന്നല്ല. സാധാരണ ഇപ്പോൾ രാസമരുന്ന് ഹിൽബാം പോലെയുള്ള മരുന്നും അതേപോലെ എക്കാലക്സ് എന്ന് പറയുന്ന മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണവും അതേപോലെ അത് നമ്മുടെ പ്രകൃതിക്കും നമുക്കും തന്നെ ദോഷമുള്ളതായിട്ട് കാണപ്പെടുന്നൊരു മരുന്നാണ് ഈ രാസമരുന്ന്. അപ്പോൾ ഓർഗാനിക് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കുഴപ്പം ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. അപ്പം ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഏലത്തിൻ്റെ ചുവട് തൊട്ട് മണ്ട വെറുതെ ഒരു 2 സെക്കൻഡ് അടിക്കുക, അത്രയും മാത്രം മതി. ഇപ്പോൾ ഇത് 20 ലിറ്റർ മരുന്ന് കലക്കിയപ്പോൾ നമുക്കൊരു 10 ലിറ്റർ കൊണ്ട് പരിപാടി തീർന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന പമ്പും അതുപോലെയുള്ളതാണ്. വലിയധികം നമുക്ക് ഈ ബലം പ്രയോഗിക്കേണ്ട ഒരു കാര്യമുള്ള സാധനമല്ല. അപ്പോൾ ഇങ്ങനത്തെ പമ്പിൽ ഇങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പം.